ഹലോ, ഇന്ന് ഞായറാഴ്ച അല്ലേ? അപ്പോൾ ഇപ്പോൾ സമയം 4:30 ആവാറായി കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചൂസ് പറയാം അവന് വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്നത്ര. എന്നാൽ പിന്നെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പുതൂരിൻ്റെ ജംഗ്ഷൻ. ആ ജംഗ്ഷൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് കേട്ടോ. അമ്പലത്തിൽ കയറാൻ പറ്റില്ല. ഒന്നാമത് അമ്പലം തുറന്നിട്ടില്ല, രണ്ടാമത് ഞങ്ങൾ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. അമ്പലം മുറ്റത്തിൻ്റെ കുറച്ച് പുറത്താണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഊരുണ്ട്. ഇപ്പോൾ ഊരിന്നൊന്നും പറയാൻ പാടില്ല, ഉന്നതി എന്നേ പറയാൻ പാടുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി റോഡുണ്ട്. ആ റോഡിൽ കൂടി ഇങ്ങനെ പോയാൽ ഒരു പുഴയെത്തും അല്ലേ? പുഴയെത്തുമോ? ഇല്ല, പുഴയെത്തില്ല. പുഴയെത്തും എന്നാണ് എൻ്റെ ഒരു അറിവ്. അന്ന് പോയപ്പം പുഴയെത്തിയ പോലെ ഒരു ഓർമ്മ കുറേ മുന്നേ. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൻ്റെ അവിടുത്തെ ഒരു കാഴ്ചയൊക്കെ കണ്ട് നമുക്കങ്ങനെ ആ റോഡിൽ കൂടി അങ്ങനെ പോയി നോക്കാം കേട്ടോ. വെറുതെ ചുമ്മാ ഒരു കറക്കം. നമ്മളൊരു അമ്പലത്തിൻ്റെ മുറ്റത്താണ് നിൽക്കണമെന്ന് പറഞ്ഞത്. അമ്പലം മുറ്റത്തല്ല, മുറ്റത്തിന് പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ നമ്മൾ ചിക്കനൊക്കെ കഴിച്ചതും കൊണ്ട്. അപ്പം ഇതാണ് അമ്പലം. ഈ അമ്പലം മുന്നൊരിക്കൽ വന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് എന്താണ്, കല്യാണ പെണ്ണില്ലേ, കല്യാണ പെണ്ണിന് പൊട്ടുകുത്തൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നപ്പം അതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട്. മാരിയമ്മൻ ക്ഷേത്രമാണിത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട്, അമ്പലത്തിൻ്റെ മതിൽ അതുവരേക്കും ഉണ്ട്. പിന്നെ അകത്തേക്ക് കയറാൻ വലിയ ഗേറ്റ് അല്ലേ, അത് അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് കാണും പോലെ കാണിച്ചു തരാം. പിന്നെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഈ അമ്പലം ഫുള്ളായിട്ട് അകത്ത് കയറിയിട്ട് പ്രതിഷ്ഠ വരെ നമ്മൾ വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴക്കാറ് വരുന്നിട്ടാ. അച്ചിപ്പോൾ പെയ്യും മഴ. ഇവന് പിന്നെ കളിക്കാൻ എന്തെങ്കിലും മതി. ഇതേണ്ട കല്ല്, എന്തത്? അതിൻ്റെ ഉള്ളിൽ ഡയമണ്ട് ഉണ്ട്, സ്വർണ്ണം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഡയമണ്ട് ഉണ്ടാന്ന് നോക്കുക. അത്ര ഉണ്ടാ ഡയമണ്ട്? എനിക്കൊരു പാറ്റേൺ ഉണ്ട്. അയ്യോ, നല്ല മഴയാണല്ലോ വരവ്. കാലിൻ്റെ ഇലയൊക്കെ ഇളകുന്ന കാറ്റ്. ആഹാ, നല്ല കാറ്റ്. ഇതൊക്കെ ആലില പോയി പിടിക്കും. അച്ചോ, നല്ല കാറ്റടിക്കുന്നില്ലേ? ആലിൻ്റെ ഇലയില്ലേ, അത് നിലത്ത് വീഴാതെ ഓടിച്ചെന്ന് പിടിച്ചിട്ട് നടുവെ കീറിയാല് കൃഷ്ണനെ കാണും അത്രേ. അപ്പൊ ആഗ്രഹം പറയാൻ പറ്റും. കാറ്റടിക്കുന്നുണ്ടേ, അപ്പോൾ ഓടിച്ചെന്ന് പിടിക്കാൻ നോക്കണേ. അതിന് ഒരു ഇല പോലും വീഴുന്നില്ലല്ലോ, നല്ല കാറ്റുണ്ട്. സൗണ്ട് ആക്ക്. ഒരില വീഴില്ല അല്ലേ? അതാ വീണു. രണ്ടെണ്ണം വീണു. ഇല്ല, അവൻ ആലില പിടിക്കാൻ നിൽക്കുമ്പോൾ ചേച്ചി അവൻ്റെ തോളിലൊക്കെ കൈയിട്ട് എന്തോ വിശേഷം ചോദിച്ചിട്ട് തിരിച്ചു പോകണു. അതാ ഓടി വന്ന് പിടിക്കണം. എത്ര വീട് പോയി. അത് എൻ്റെ അടുത്താ വീണേ. അമ്മ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്തായിരുന്നു. പക്ഷെ ഇന്നേ വരേക്കും ഒരൊറ്റ ഇല പോലും അമ്മ പിടിച്ചിട്ടില്ല. അതറിയില്ല. പോവാന്നാ പോവാല്ലേ? ഞങ്ങൾക്ക് ഇലയൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ പോവാണ്. വെറുതെ നടക്കിട്ട് അടുത്ത മഴ വരുമ്പോഴൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ കയറും പോലെ വരാമെന്ന് വിചാരിച്ചിട്ട്. നീ ചവിട്ടി പൊട്ടിച്ച് ഞാൻ ഓട്ടിച്ചതാണ് കഷ്ടപ്പെട്ടിട്ട്. ഇവനെൻ്റെ ചെരുപ്പ് ചവിട്ടി പൊട്ടിച്ചു. അത് അല്ലെങ്കിലേ ഞാൻ ഓട്ടിക്കുന്നു. അതെന്താ ലോറി വന്ന പോലെ ഇവ മാറുന്നത്. 2 വീലർ അല്ലേ? ചളി നോക്കി വാ. ഹായ് അച്ചു.
അച്ചു നീ അവൻ ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ കണ്ടോട്ടാ. നമ്മൾ ഊര് ഉന്നതി എന്നൊക്കെ പറയില്ലേ, അടുത്ത വീടുകളുടെ ഇടയത്തെ റോഡ് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീടായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി പോയ ഒരു വഴിയാണ്, അതായത് ഇതല്ല ഒരു വഴിയാണ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് വീടുകളുണ്ട്. അങ്ങനെയൊക്കെ ചില വീടൊക്കെ നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്, ചില വീടുകളൊക്കെ പഴയ പോലെ തന്നെ കേട്ടോ. ഒരു വീട് സെൽഫി സ്റ്റിക്കിന് നീളം എത്രയേ ഉള്ളൂ. അയ്യോ കോട നമ്മളെ നീ വീട്ടിലല്ലോ വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ അമ്മമ്മ അല്ലായിരുന്നല്ലോ. ആ ചേച്ചിക്ക് നമ്മളിങ്ങനെ ഇതുണ്ട്, അത് കൂടി ഒരു വഴിയുണ്ട്. അതായത് വീടുകളായിട്ട് എടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ വന്നതാ ചേച്ചി. നിങ്ങളുടെ ഒപ്പം നടന്നിട്ട് വീടുകൾ ഇങ്ങനെ കാണാം, അത്രേ പറ്റും. ഏതിയാ ഇതൊക്കെ പരിചയമുള്ള അത്ര പരിചയമില്ല. ഓരോ ചേച്ചിമാരെ കാണുമ്പോൾ അവർ തലയാട്ടി ചിരിക്കുന്നതാണ് നമ്മളടുത്ത്. അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ട് പറയണത്. നല്ല മഞ്ഞുള്ള പൂവ്, ഒരു പൂവ് കാണിച്ചു തരാട്ടാ. ഈ വീട്ടുമുറ്റത്തുള്ള ഒരു പൂവാണേ. നല്ല പൂക്കൾ, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വീടുകൾ കഴിഞ്ഞു. എന്നാണെങ്കിൽ പരിചയക്കാരെ ആരും കണ്ടില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് നമുക്കിങ്ങനെ അവരെയൊക്കെ കണ്ടിങ്ങനെ വരായിരുന്നു. ഇതെന്ത് പൂവാ വീഴുന്നത്? ആ അതോടെ സാധനം ഉണ്ടാക്കി തരട്ടെ ഞാൻ. ഈ ഇത് പിടിക്കോടാ, മറ്റേ പൂളക്കായല്ലേ, പൂളക്കായൻ്റെ മരമുണ്ട് ഇവിടെ. ഇതാ ഈ വലിയ മരം ഇവിടെ കാണണ്ട, ഇതാ ഈ വലിയ മരം, ഇത് പൂളക്കായയുടെ മരമാണ്. അപ്പം അതിൻ്റെ കായല്ലേ, അതിൻ്റെ കായ ഇങ്ങനെ വീണത് വെച്ചിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. കായ ഞാൻ പെറുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ കായ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കി തരാം കേട്ടാ. എന്നിട്ട് നല്ല കായ ഉണ്ടാ നോക്ക്, തിന്നാനല്ല കളിക്കാൻ. വേറെ കായ ഉണ്ടാകുന്ന നോക്ക്. ഇങ്ങനെ നല്ല ഉണ്ട കത്തണം, ഉണ്ട. ആ ശരി, വേണ്ട, ഇതും കൊണ്ട് ഉണ്ടാക്കാം. ഈർക്കില് വേണം, ഈർക്കില്. ആ ഈർക്കിൽ എടുത്തിട്ട് വരാം കേട്ടാ. ഈ ഓലയെന്ന് എടുക്കാം. ആവൂലേന്ന് അറിയില്ല, ഞാൻ പണ്ട് കാലത്ത് ഉണ്ടാക്കി. പമ്പരം. ഓ പമ്പരം എനിക്കറിയായിരുന്നോ? അതല്ല, വേറൊരു സ്റ്റൈലുള്ളായിരുന്നു. അത് ഈ കായ തന്നെയാണ് ഓർമ്മ. നോക്കട്ടെ, ഞാനോ അല്ലേന്നൊന്നും അറിയൂല. ഇതാ കുത്തി, ഇതിൻ്റെ ഉള്ളിൽ കുത്തുണ്ട്. കോലി ഇപ്പുറത്തേക്ക് വന്ന് ശരിക്കും നടു കൂടി വരണം. ഇപ്പം ധൃതി വെച്ചുണ്ടാക്കുന്നതും കൊണ്ടാ. കറങ്ങുമെന്ന് നോക്കട്ടെ. ആ ഇതല്ല കറക്കം, ഇതല്ല. ഒന്നും കൂടി. ആ കറങ്ങി കറങ്ങി. ഞാൻ ഉണ്ടാക്കിയത് ശരിയായില്ല എന്നുള്ള സത്യം. ചാണകം ഞങ്ങളിവിടെ. ആ അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളിവിടെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോണ്ട് ഒരു അക്ക വന്നിട്ട് അപ്പുറത്ത് ചപ്പും ചവറൊക്കെ എടുക്കുന്നുണ്ട്. അതാണോ എടുക്കണേ, എന്താ എടുക്കണെന്നൊക്കെ വെറുതെ വിശേഷം ചോദിച്ചതാണ്. അക്കയുടെ പോവാ? ഞാൻ വീട് അവിടെയാ? ഇവിടുന്ന് ഇത് അല്ല, ഇപ്പൊ എവിടെ പോയിട്ട് വരിക? ഞാനിപ്പോ ആ കടയിൽ. അതെ, ആ കടയ്ക്ക് പോയതാ. ആ ശരി ശരി. മഴ പെയ്യുന്നു. ഇവിടെ വേടാ, ഞങ്ങളാക്കി തരണോ? അങ്ങോട്ട് ആക്കി തരണോ കൊടയില്? എനിക്കതൊന്നും പൂവൊക്കെ എടുക്കി. ആ അതെ. അപ്പം അക്ക വിശേഷം ചോദിച്ച് ഞാൻ നിന്നതാ. അപ്പോഴത്തേന് മഴ പെയ്തു, ആക്കി തരണോ ചോദിച്ചതാണ് വീട്ടിലേക്ക്. അപ്പോൾ വേണ്ട, എനിക്കൊന്നും കുഴപ്പമില്ല, ഞാൻ പോവാന്ന്. അപ്പൊ നമുക്ക് പുഴയിലും കൂടി പോയി നോക്കിയാലോ?
പോണോ? വെള്ളം എത്രയും നോക്കാല്ലേ? ശരി, പോവാ. ഒരു ചേച്ചി വീഡിയോയിൽ വരണ്ട വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. കുടയും അറച്ച് പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തിപ്പോൾ കുട ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ. അപ്പോൾ കാണൂലല്ലോ. അപ്പോൾ നമ്മൾക്ക് നേരെ പുഴയിൽ പോയോക്കാട്ടാ. വെറുതെ ജസ്റ്റ് പുഴയിൽ ഇറങ്ങുമൊന്നുമില്ല കേട്ടോ അച്ചോ. ഇറങ്ങണ്ട. അയ്യോ അയ്യോ, വലിക്കല്ലേ വലിക്കല്ലേ വലിക്കല്ലേ. പോണ വഴിത്തെ മലനിരകളുടെയും വാഴത്തോട്ടത്തിൻ്റെയും ഒക്കെ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നേ. പിന്നെ അതെ ഇവിടെ കുറച്ച് പൂക്കളുണ്ട്. ഇതാ എന്ത് പൂവാച്ചോ? അലേരി. അലേരി കായ ഉണങ്ങിയതുണ്ട്. ഇതിൽ കുരുണ്ടോന്ന് അറിയില്ല. ഇതൊരു വാലാട്ടിക്കുരുവി. അതായത് വേറൊരു പേരുണ്ടല്ലോ, എന്ത് പുള്ള? വണ്ണാത്തി പുള്ള്. കൊമ്പിലിരിക്കണു ചെമ്പരത്തിര നിറച്ച് ചെമ്പരത്തി പൂക്കള്. എത്രണ്ണാ പൂവ്. ഈ മഴയത്ത് ഇങ്ങനെ പോരാൻ വല്ല പ്രാന്തുണ്ട് ചെറുക്ക. എനിക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി വീട്ടിൽ. എന്ത് പണിയാ? കുറച്ചല്ലേ ചെയ്യുള്ളൂ. ശരി, പറഞ്ഞല്ലേ. എന്തായാലും പുഴയുടെ തീരത്തും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ വീട്ടിൽ ചിക്കൻ വാങ്ങിയാലോ മീൻ വാങ്ങിയാലോ വരുന്ന നായ്ക്കുട്ടിയാണ് കേട്ടോ ഇത്. അതാ പേടിച്ചോടി. വീട്ടിൽ അകത്ത് വരെ കയറാൻ നോക്കും. ഇത് ഇവരുടെയാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ, ഇവരുടെ അല്ലേ. ഇവരൊപ്പം പോവാണെങ്കിൽ ഇവരുടെയാണ്. കുത്തി പാവം പൂച്ചയെ തല്ലിയിട്ട് മോന്തക്കിട്ട് കൊടുത്തിട്ടിരിക്കുക വീട്ടിൽ. ഇത് അവരുടെ വീട്ടിൽ തന്നെ തോന്നുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ ചിക്കൻ വാങ്ങിയാൽ അവർ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു. നീ കണ്ടായിരുന്ന? എല്ലാം മേടിച്ചിട്ട് പോയി. അങ്ങനെ നമ്മൾ നടന്ന് പുഴയുടെ തീരത്തെത്താറായിട്ടാ. പുഴന്ന് കുളിച്ച് കയറി പോകുന്ന ഒരു ചേച്ചിയാണ് ഞങ്ങളുടെ പുറകിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഒരു കൊമ്പ് ടിക്കൊന്നും ഒടിഞ്ഞില്ലടാ. എന്തായിരിക്കും? മഴ കാരണം കൊമ്പ് വളഞ്ഞിട്ട് ഒടിഞ്ഞു. ആൾക്കാർ കുളിക്കുന്ന തിരുമ്പണൊക്കെ ഉണ്ട്. പുഴയുടെ തീരത്ത് എത്തിയിട്ടില്ല. എത്തുന്നുള്ളൂ. അപ്പൊ വെള്ളം കൂടുതലില്ല. തിരുമ്പാൻ വരെ ആൾക്കാർ പോയാ പിന്നെ ഇങ്ങനെ. പമ്പ് ചെയ്യണ കിണർ, വെള്ളം പമ്പ് ചെയ്യണ വലിയൊരു കിണർ. ഇതാ കിണർ, വലിയ കിണർ. വെള്ളം വന്നാൽ ഒഴിച്ചു പോകും. അപ്പൊ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നില്ല. ഇവിടുത്തെ വെള്ളമൊക്കെ വറ്റി. അപ്പുറത്തെ വെള്ളം. ചേച്ചിയല്ലേ? അപ്പം അതുവരേക്ക് പോയേക്കാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമില്ലേ, ഈ സ്ഥലം ഇതാ ഇത്. ഈ ചാടിക്കടന്ന് പോകണത് അവിടെയൊക്കെ നിറയെ വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുളിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. അവിടുത്തെ വെള്ളമൊക്കെ വറ്റി. ഇനി അവിടെയാണ് വെള്ളമുള്ളത്. അതായത് ഈ നടക്കണതിൻ്റെ ഈ സൈഡിൽ കൂടിയൊക്കെ വെള്ളം ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. ബാ, മഴ ഇല്ല, കുട അടയ്ക്കാല്ലേ. നമ്മൾ അന്ന് വീഡിയോ എടുത്തത് ഈ പുഴയിലല്ലേ. നീ കുളിച്ചത് അവിടെയല്ലേ? അവിടെ ഇതാണ് കേട്ടോ പുഴയത്തെ വെള്ളം എന്ന് പറയാനുള്ളത്. എന്ത് ഫോണാ? ഈ സൈഡ് കുറച്ചുള്ളൂ. അപ്പുറത്തെ സൈഡിൽ കൂടി കുറച്ച് നിറയെ വെള്ളം പോണത്. ചേച്ചി മാത്രം അവിടെ തിരുമ്പി അലക്കി കുളിക്കണമൊക്കെ ഉണ്ട്. ഇത്രയാണ് പുഴയുടെ കാഴ്ച. അപ്പുറത്തൊന്ന് പോയോക്കാം. അങ്ങനെ ഞങ്ങൾ ഇതേ ഒരു പാറപ്പുറത്ത് കയറി ഇരിക്കുവാണ് പുഴക്കരയിൽ. മഴയൊക്കെ പെയ്തു, കുറേ ദിവസം ഇങ്ങനെ ചാറുണ്ട്. അപ്പോൾ അച്ചു കുടയും ചൂടിയിട്ട് ഇരിക്കുക. അപ്പോൾ നീ അവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചേച്ചി ഇവിടെ കുളിക്കുന്നുണ്ടല്ലോ, ആ ചേച്ചി കയറിപ്പോയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ആ മല മൊത്തം മറ്റേ കോളാമ്പിച്ചെടിയില്ലേ, കോളാമ്പിച്ചെടി നിറച്ച് പൂത്തിങ്ങനെ നിൽക്കുകയാണ്. നല്ല മഞ്ഞ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടി നല്ല മഞ്ഞ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാഴ്ച ഒന്ന് കാണണ്ടേ.
ഇത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം പുഴവെള്ളം, അതിൻ്റെ അപ്പുറത്തൊരു കര, പിന്നെ പുഴ ഒഴുകണു, പിന്നെ കരകളാണ് കേട്ടോ. അപ്പോൾ ആ മലയാണ്, അതിൻ്റെ അപ്പുറം മലയാണ്. അവിടെ ഞാൻ പറഞ്ഞത് നിറച്ച് കോളാമ്പി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്ന്. ആ പച്ചപ്പിലൊക്കെ മഞ്ഞ പൂക്കളുണ്ട്. എൻ്റെ ഫോണിൽ അത് അറിയാഞ്ഞിട്ടാണ്. നല്ല മഴക്കാറും. ഈ പുഴേൻ്റെ അപ്പുറം ഇങ്ങനെ, അപ്പുറമല്ല, അതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാൻ പോയാലോ നമുക്ക്? അപ്പുറത്തെ വെള്ളം ചാടുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോയാലോ? അച്ഛത് അവിടെ ഇരിക്കുന്നത്, ഞാനും അവിടെ ആയിരുന്നു. അതുകൊണ്ട് ഇത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടേക്ക് പോകണമെങ്കിൽ ആദ്യം ഇവിടെ വെള്ളത്തിൽ തന്നെ ഇറങ്ങണം. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വഴിക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ വെള്ളത്തിൽ കൂടിയാണ് ഇപ്പോൾ നടന്ന് പോണത്. കിട്ടുന്ന കല്ലിലൊക്കെ ചവിട്ടി ചവിട്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് എത്തട്ടെ. എനിക്ക് വലിയ ബലവും ഇല്ല നടക്കാൻ. മറിഞ്ഞു കുത്തി വീഴാൻ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും. വീണില്ല, ഉരുളൻകല്ലുകളാണല്ലോ. ഇവിടെ നിന്ന് എടുക്കണോ, ഇവിടേക്ക് ഇറങ്ങിയിട്ട് എടുക്കണോ എന്നാണ് ആലോചിക്കുന്നത്. അപകടമാണ് ഇപ്പം ചെയ്യണത്. എങ്കിലും എനിക്ക് കാണാൻ ഒരാഗ്രഹം. നോക്കട്ടെ, ഞാൻ ഇവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അയ്യാ, അയ്യോ ഇത് വലിയ കല്ലാട്ടോ, നമുക്ക് കാണൂല. അപ്പുറത്തുനിന്ന് വരുന്ന വെള്ളം തട്ടി തട്ടിയിട്ട് അവിടെയൊക്കെ ഗ്യാപ്പിൽ കൂടി ഒഴുകി പോകുന്നുണ്ട്. കുറച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്, നല്ല തണുത്ത വെള്ളം. എന്നിട്ട് അവിടേക്ക് പോകുമ്പോഴേ പരന്ന് ഒഴുകുന്നു. ഇപ്പോൾ ഞാനും അവനും മാത്രമുള്ളൂ പുഴക്കരയിൽ, വേറെ ആരും ഇല്ല. അപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. അല്ല കയറട്ടെ. അയ്യോ, ഇനിയിപ്പോൾ വന്ന പോലെ അങ്ങോട്ട് തന്നെ പോകണ്ടേ? ഈ വെള്ളത്തിൽ കൂടി ചവിട്ടിയാണ് നടക്കുന്നില്ല. കയറി. അമ്മേ, കല്ലക്കൂറില്ല, കരയിലെത്തി. പിന്നെ അച്ചൂസിൻ്റെ അടുത്തേക്ക് ഓടട്ടെ ഓടട്ടെ ഓടട്ടെ. പോവണ്ടേ പോവണ്ടേ വീട്ടിലേക്ക്? ആ മഴ വരുന്നുണ്ട്. എല്ലാവരും പോയടാ, നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പതുക്കെ വീട്ടിൽ പോകാൻ നോക്കട്ടെ. നല്ല മഴക്കാറ്, പിന്നെ പരിസരത്തൊന്നും ആരുമില്ല. വല്ല ജീവികളും വന്നാൽ അവിടെ ഒരു മാമയുണ്ട് അറ്റത്ത്. ഇവിടെ നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് വന്നതിൻ്റെ അവിടെ ഒരു മാമയുണ്ട്. അയ്യ, തണുപ്പും തുടങ്ങി. ഇനി പല്ലുവേദന കൂടും. കിളിയും വേറെ ജീവികളും പിന്നെ ഒരു മാമയും മാത്രം തന്നെ ഉള്ളൂ ഇവിടെ. അപ്പം ഇനി പോകാൻ നോക്കട്ടെ കേട്ടാ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. ഒരു ബൈ പറ, ഒരു ബൈ പറ. ആ ബൈ.